എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനം വാങ്ങി കുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലുലു മാളിലേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ നമുക്ക് കിട്ടാത്ത കുറേ സാധനങ്ങൾ കിട്ടില്ല. മട്ടൻ്റെ ബ്രെയിനോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കി ഇറങ്ങിയാൽ അപ്പോൾ നമ്മളെ മീറ്റ് സെക്ഷനിൽ ഇങ്ങനെ കറങ്ങുമ്പോഴാണ് നമ്മളെ ചോരക്കരൽ എന്ന് പറയുന്ന സാധനമില്ലേ, അപ്പോൾ അത് മട്ടൻ്റെ ആ സെക്ഷനിൽ എത്തിയപ്പോൾ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അത് തന്നെ വാങ്ങി. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പീസ് കിട്ടണമെങ്കിൽ ഒരു മട്ടൻ്റെ ഒരു കൊല മുഴുവനൊക്കെ വാങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ മാളുകളൊക്കെ വന്നതുകൊണ്ട് അങ്ങനത്തെ കുറേ കാര്യത്തിനൊരു ഉപകാരമുണ്ട് കേട്ടോ. ഇതല്ല, ഒരു ബോക്സിൽ തന്നെ ഒരു 4 പീസൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ അത് ഇത്രയും വാങ്ങണേ പണ്ടൊക്കെയാണ് 4 മട്ടൻ്റെ കൊലയൊക്കെ വാങ്ങേണ്ട അവസ്ഥയല്ലേ. അത് റേറ്റും ഇതിപ്പോൾ 88 രൂപ മറ്റോ അതിൽ ഈ 4 പീസും കൂടി കേട്ടോ. അപ്പോൾ അതൊക്കെ പണ്ട് കഴിച്ച ആൾക്കാർ, ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അങ്ങനെ അറിയാലോ. പണ്ടത്തെ ആൾക്കാരങ്ങനെ മരുന്നൊക്കെ ആയിട്ട് ഇതൊക്കെ അങ്ങനെ കഴിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതാണ് സാധനം. കഴുകി വൃത്തിയാക്കുക. ജസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി വേണ്ട, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് കൊണ്ട് ചൂടാക്കുക, വേവിക്കുക, കഴിക്കുക. ഓക്കെ, ഇതാണ് സാധനം. വേറെ ഒന്നിട്ടില്ല ഈ വീഡിയോയിൽ. ഇതിനെപ്പറ്റി ഒന്ന് കിട്ടിയപ്പോൾ ഒന്ന് കഴിച്ചു നോക്കുക. നമ്മൾ പണ്ടൊക്കെ വീട്ടിലൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. ഈ ഒരു സാധനം വാങ്ങണേ തന്നെ പലപ്പോഴും ഈ ആടിനെ കറക്കുന്ന ഷോപ്പിൽ പോയി നേരത്തെ പറഞ്ഞു വെക്കണം. അതിനെ പറഞ്ഞാൽ തന്നെ ഒരു കൊല്ലം മുഴുവനായിട്ട് വാങ്ങണം, എന്നാലും ഇത് കിട്ടുമല്ലോ. അവർ വേറെ എടുത്തരൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് വീട്ടിലാരെങ്കിലുമൊക്കെ ഒരാൾ കഴിക്കും, ഒരു ഹെൽത്ത് ആ രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കിട്ടിയപ്പോൾ വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ശരിക്ക് ഇതിൻ്റെ ഈ അങ്ങനെ ഹെൽത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്നവർ പഴയ ആൾക്കാരുണ്ടാവില്ല. അവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇതിൻ്റെ കാര്യങ്ങൾ അറിയാത്തവരൊന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ അത് എന്താ ചൂടായി വരുമ്പോൾ അതിങ്ങനെ കുറച്ച് വലുതായി വരും. സംഭവം നമ്മളെ ലിവറിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അങ്ങനെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ സാധനം. കുറച്ച് നേരം ഒന്ന് വെന്തോട്ടെ അല്ലേ. കുറച്ച് നേരം ഒന്ന് കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കാം, നമുക്ക് വെള്ളമൊന്ന് വെന്തുകൊണ്ട് അറിയണമല്ലോ. അതിങ്ങനെ ചെറിയ തീയിലങ്ങനെ വെച്ചാൽ മതി. അപ്പം അങ്ങനെ മെല്ലെ അങ്ങനെ വെന്ത് ഒന്നും അങ്ങനെ വലിയ ടേസ്റ്റുള്ള അങ്ങനത്തെ സാധനം നമുക്ക് സ്ഥിരം കഴിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് വല്ലപ്പോഴൊക്കെ ഒരു വെറൈറ്റിക്ക് പിടിക്കാവുന്ന ഓരോരോ ഐറ്റംസ് ഉണ്ടല്ലേ സാധനം. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കത്തി കൊണ്ടൊന്ന് മുറിച്ചൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളത് പുറത്തേക്ക് വന്നാണ് കറുപ്പുകളെല്ലാം കിടക്കല്ല, കരിഞ്ഞു പോയതൊന്നും അല്ല കേട്ടോ അത്. അപ്പോൾ സംഭവം വെന്തിട്ടൊക്കെ ഉണ്ട്, ഉള്ളിലൊക്കെ വെന്തിട്ട് ഞാൻ മുറിച്ച് നോക്കിയിരുന്നു ഒരു സൈഡ്. അപ്പോൾ എല്ലാം ഒന്ന് കഴിച്ചു നോക്കട്ടോ. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായി. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. ഈ അടുത്തത് എന്തായാലും കഴിച്ചിട്ടില്ല. നോക്കട്ടെ എന്താ സ്ഥിതിയുള്ളത്. ഉണ്ടല്ലേ 4 എണ്ണം. പണ്ടൊക്കെയാണ് ആലോചിച്ച് നോക്കിയിട്ട് ഇത് കിട്ടണമെങ്കിൽ ഒരു അവസ്ഥ. നല്ല ചൂടാട്ടോ, അതുകൊണ്ട് കത്തി കൊണ്ട് മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടാണ്, ഉണ്ടാക്കിയില്ലല്ലോ. സംഭവം ഒരു റബ്ബറിയാണിത്. കഴിച്ചവർക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാവുള്ളത്. അല്ലാണ്ട് നമ്മളെ സാധാരണ ചിക്കൻ ലിവർ, മട്ടൻ ലിവർ പോലത്തെ അങ്ങനത്തെ ഒരു ടെക്സ്ചർ അല്ല, ഒരു റബ്ബറി ആണ്. കട്ട് കഴിക്കാൻ പറ്റില്ല, നന്നായിട്ട് കഴിക്കാം. അപ്പോഴാണ് നല്ല ചൂടും. ചെറിയ പീസ് ഉണ്ടായിരുന്നു നേരത്തെ കട്ട് ചെയ്ത് നോക്കിയാൽ, അത് അടുത്ത് കഴിക്കാം, അതാണ് നല്ലത്. അറിയാലോ, അതിങ്ങനെ ചൂയായിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ. അവിടെ ലിവറിൻ്റെ ആ ഒരു രീതിയിലല്ല. ഒരു റബ്ബർ പോലെയാണേലും പലപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റസ് ആണ്. കഴിച്ചൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അതാണ്. അപ്പം ശരി, ഇതിൽ കൂടുതലൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇതേപോലെ വീഡിയോസൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. അപ്പോൾ ശരി, അടുത്തോട്ടേ കാണുന്നവരെ ബൈ.